പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. ഡെൽവെയറിലെ ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി 40 ദശലക്ഷം വാക്സിൻ ഡോസുകളും റേഡിയോ തെറാപ്പി ചികിത്സയും ഉൾപ്പെടെ നൽകുമെന്ന് ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നിലവിൽ ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ എന്നീ രാഷ്ട്രതലവന്മാർ പങ്കെടുക്കുന്ന ക്വാഡ് ഉച്ചകോടി പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ബൈഡൻ മോദി കൂടിക്കാഴ്ച അത് വളരെ വിജയകരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയുടെ എക്സിലുള്ള പോസ്റ്റിൽ പറയുന്നുണ്ട്. അത് പ്രാദേശികമായും അതേസമയം ആഗോളമായുമുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നു. ക്വാഡ് ഉച്ചകോടി തുടരുകയാണ്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച എന്തായാലും മോദി വരുന്നുണ്ട്, ഞാൻ മോദിയെ കാണും, അതേസമയം തന്നെ വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യ ഡിസ്റപ്ഷൻ കൊണ്ടുവരിക്കുന്നു എന്നൊരു വിമർശനവും ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ട്രംപുമായൊരു കൂടിക്കാഴ്ച കൂടി പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പറ്റിയുള്ള വാർത്തകൾ വന്നെങ്കിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പ്രാദേശിക സമയം 10 മണിയോടുകൂടിയാണ് ഫിലഡൽഫിയ വിമാനത്താവളത്തിൽ എത്തിയത്. തുടർന്ന് ഇന്ത്യൻ സമൂഹം ഒരു ഊഷ്മളമായ സ്വീകരണം നൽകുകയും പിന്നീട് ജോ ബൈഡന്റെ ജന്മഗൃഹമായ ഡെൽവെയറിലെ വിൽമിംഗ്ടണിലെ ഭവനത്തിലേക്ക് പോവുകയും ഇരു നേതാക്കളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ജപ്പാന്റെയും അതുപോലെ ഓസ്ട്രേലിയയുടെയും പ്രധാനമന്ത്രിമാരുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളും പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി. ഈ നേതാക്കളെല്ലാം തന്നെയും ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നരേന്ദ്രമോദി എന്ന നേതാവ് നടത്തുന്ന ഇടപെടലുകളും പ്രവർത്തനങ്ങളെയും അനുമോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ജോ ബൈഡന്റെ തന്നെ ഒരു അഭിമാന പദ്ധതിയായ ക്യാൻസർ മൂൺഷോട്ടിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യ ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഈ സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള ക്യാൻസറിന്റെ പല ചികിത്സാ രീതികളും ഇന്ത്യയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സാ രംഗത്ത് ഇന്ത്യ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും ഇന്ത്യയുടെ ഈ മേഖലയിലെ പ്രവർത്തന പരിചയവും അതുപോലെ തന്നെ മറ്റ് സേവനങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് നൽകുവാൻ തയ്യാറാണെന്നും പറഞ്ഞു. കോഡ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ വന്നു. ജോ ബൈഡന്റെ ഭരണം അവസാനിക്കുമ്പോൾ ഈ കോഡ് സംവിധാനം തന്നെ ഇല്ലാതാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ജോ ബൈഡനും നരേന്ദ്രമോദിയും ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഇത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 4ാമത്തെയും ഈ ജോ ബൈഡൻ ഭരണകാലത്തെ അവസാനത്തെയുമായ ഉച്ചകോടിയാണ് നടക്കുന്നത്. ഇവിടെ ഒരു നാവിക രംഗത്തെ ഒരു കരാറ് 4 രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകളാണ് 4 രാജ്യങ്ങളും തമ്മിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളാണ് ഈ 4 രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഇവിടെ നിന്ന് നാളെ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന ഒരു വലിയ സ്വീകരണത്തിലായിരിക്കും പങ്കെടുക്കുക. തുടർന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ 23-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.